അപ്പോ പുറത്ത് കാലാവസ്ഥ നല്ല ചൂടാണ്. എല്ലാവരും ഇലക്ഷൻ ചൂടുകയാണ്. നമുക്കറിയാം, പൊതുവില് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോകുന്നു. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിന് അണിയറ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്ന ഒരു കൗതുകകരമായ, അത് പോളിംഗ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടാണ്, ഇലക്ഷൻ പോളിംഗ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നടന്ന കൗതുകകരമായ ഒരു വിശേഷം നിങ്ങളെ അറിയിക്കാനാണ്. അപ്പൊ അതിനകത്ത് രണ്ട് പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വന്ന ഉടൻ തന്നെ നമ്മൾ പൊതുവിൽ സർക്കാർ ജീവനക്കാർ എപ്പോഴും പെട്ടെന്ന് ഡ്യൂട്ടി എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റി വലിയ ആലോചനയായിരുന്നു. ഡ്യൂട്ടി ഒഴിവാക്കാൻ പറ്റിയുള്ള വലിയൊരു ക്യൂ തന്നെ മിക്കപ്പോഴും കളക്ടറേറ്റിൽ ഉണ്ടാവും. അതിന് അപേക്ഷ കൊടുക്കുന്നു, എങ്ങനെയൊന്നും ഒഴിവാക്കും. പക്ഷേ രണ്ടുപേർക്ക് ഡ്യൂട്ടി വന്നാൽ, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും, രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഡ്യൂട്ടി വന്നാൽ ആർക്കും കൂടെ ഒരാൾക്ക് ഡ്യൂട്ടി ഒഴിവാക്കാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട്. പക്ഷെ എന്നിട്ട് പോലും, അങ്ങനെ വന്നിട്ട് പോലും അത് ഒഴിവാക്കാൻ ശ്രമിക്കാതെ രണ്ടുപേരും ഡ്യൂട്ടി എടുത്ത രണ്ടുപേരാണ് ഇപ്പോ എന്റെ കൂടെ ഇരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ഈ കൗതുകം എന്ന് പറയുന്നത് ചിലപ്പോൾ കേരളത്തിലെ ഇതുവരെയുള്ള ഇലക്ഷൻ പോളിംഗിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു അപൂർവമായ സംഭവം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. എന്താ പ്രത്യേകത വെച്ചാല്, രണ്ടുപേർക്കും ഡ്യൂട്ടി വന്നു. ഒന്നാമത്തെ പോസ്റ്റിംഗ് ഓർഡർ വന്നു, ഡ്യൂട്ടി നിശ്ചയിക്കപ്പെട്ടു. രണ്ടാമത്തെ പോസ്റ്റിംഗ് ഓർഡർ വന്നപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താ, രണ്ടുപേരും ഒറ്റ ബൂത്തിൽ തന്നെ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മനോജ് സാറ് യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ ഓഫീസറാണ്. അദ്ദേഹം പ്രിസൈഡിംഗ് ഓഫീസർ ആവുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഹെൽത്ത് വകുപ്പിൽ ജോലി ചെയ്യുന്ന ഷീന. രണ്ടുപേരും ഒറ്റ ബൂത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഭാര്യയും ഭർത്താവും ഒരു പോളിംഗ് ബൂത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടു. പ്രിസൈഡിംഗ് ഓഫീസറും സെക്കൻഡ് പോളിംഗ് ഓഫീസറുമായി രണ്ടുപേരും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങൾ അവർ തന്നെ പറയും. മനസ്സ് സാർ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ പറയനാട് LP സ്കൂളിലായിരുന്നു പോളിംഗ് ബൂത്ത്. അവിടെയാണ് പോളിംഗ് ഡ്യൂട്ടി രണ്ടുപേർക്ക് കിട്ടിയത്. പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് ഞാനും സെക്കൻഡ് പോളിംഗ് ഓഫീസറായിട്ട് ഭാര്യ ഉണ്ടായിരുന്നു. നല്ലൊരു പോളിംഗ് ആയിരുന്നു. ഇത് നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ഒഴിവാക്കാനുള്ള ശ്രമം ഇല്ല, ഡ്യൂട്ടി ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി. ഒഴിവാക്കാൻ നേരത്തെ അങ്ങനെ ഒരു നിലവിൽ അങ്ങനെ ഒരു രീതി പക്ഷെ ആ രീതി ഓക്കെ നമ്മൾ ശ്രമിച്ചിരുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഇലക്ഷൻ നടത്താനുള്ള ഒരു വിശ്വസ്തയുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർ. അത് എന്തായാലും ജോലിയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ ഒഴിവാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യം നേരത്തെ മുതലേ നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും ഒഴിവാൻ ശ്രമിച്ചില്ല. അതാണ് യാഥാർത്ഥ്യം. രണ്ടുപേർക്കും ഒരേ ബൂത്തിൽ വന്നത് തികച്ചും ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. കാരണം പക്ഷെ അതോടൊപ്പം സന്തോഷകരമായ കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ പോളിംഗ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ സങ്കടം തോന്നിയിട്ടില്ല. സങ്കടം തോന്നിയിട്ടില്ല. സന്തോഷം തന്നെയാണ്. കാരണം അതൊരു തീർച്ചയായിട്ടും കാരണം വെച്ചാല് സാധാരണഗതിയിൽ നമ്മൾ പോളിംഗ് ഡ്യൂട്ടിക്ക് മെറ്റീരിയൽ വാങ്ങിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ടീമിനെ ആർക്കാന്ന് ഇപ്പം വാട്സപ്പ് ആയതുകൊണ്ട് കുറെ കോൺടാക്ട് ഉണ്ടെങ്കിലും പണ്ട് കാലങ്ങളൊന്നും അങ്ങനെയല്ല. നമ്മൾ അവിടെ ചെന്നാൽ മാത്രമേ നമ്മൾ അവരുടെ ഇതുള്ളത് കുറെ കൂടി അഡ്വാൻസ് ആയിട്ട് വാട്സപ്പ് കോൾ നമുക്ക് വിളിച്ചിട്ടുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് വേറെ ആൾക്കാരെ ഇപ്പം നമ്മുടെ ടീമിൽ ആദ്യം തന്നെ വൈഫ് ഒരാൾ ഉണ്ടാകുമ്പോൾ ബാക്കി രണ്ടുപേരല്ലേ നോക്കണ്ടോ എന്നുള്ളൊരു ചിന്ത. അതോടൊപ്പം ഫസ്റ്റ് പോളിംഗും തേർഡ് പോളിംഗും ആദ്യമായിട്ടാണ് ഡ്യൂട്ടി എടുത്തില്ല. ഫസ്റ്റ് പോളിംഗ് മട്രോ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അമ്പിളി ടീച്ചറായിരുന്നു. കോളേരി LP സ്കൂളിലെ ഒരു കൃഷ്ണ ടീച്ചറാണ് പോളിംഗ് 3. പക്ഷെ അവർ രണ്ടുപേരും പോളിംഗിന്റെ ആദ്യത്തെ ഒരു യാതൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതിൽ ആ ടീമിനെ നയിക്കാൻ കഴിഞ്ഞാൽ തികച്ചും ഭാഗ്യവാനാണ്, തികച്ചും സന്തോഷമാണ്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിലെ ഞാൻ എംപ്ലോയീസ് യൂണിയന്റെ 2 വർഷം സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം FSCTO ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് FSCTO ബന്ധപ്പെട്ട് കണ്ണൂർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കേണ്ടത് ഒഴിവാക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം നേരത്തെ മുതലുള്ള ഇലക്ഷൻ എടുത്ത് ഞാനിപ്പോ ഒരു 8-9 ഇലക്ഷൻ ഡ്യൂട്ടി ഓൾറെഡി എടുത്തു കഴിഞ്ഞു. എല്ലാം കൂടെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസി ആയി. അപ്പൊ എന്ത് പറയുന്നേ, ഒരേ ബൂത്തിൽ ഡ്യൂട്ടി വന്നപ്പോ മാഷ് പറഞ്ഞു സന്തോഷം തോന്നിയെന്ന്. നിങ്ങള് സന്തോഷം തന്നെയാണ്. ശരിക്കും സന്തോഷം എന്നല്ല, ആദ്യം ഒരു അത്ഭുതമായിരുന്നു.
അപ്പം പിന്നെ ആദ്യം ഫസ്റ്റ് ഓർഡർ കിട്ടിയപ്പോൾ രണ്ടുപേരും അപ്പൊ എനിക്ക് കിട്ടിയത് ഇരിട്ടി മുനിസിപ്പാലിറ്റിന്ന് കണ്ടു. അപ്പൊ നമ്മള് വെച്ച് ഓഫീസിലായാലും വീട്ടിലായാലും നമ്മൾ എപ്പോഴും എന്ത് കാര്യമായിട്ടാലും ഫോണിലൂടെ ഓഫീസിലുണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ സംസാരിക്കാം, എന്തെങ്കിലും വിശേഷം കൊണ്ട് അറിയിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഇലക്ഷൻ ഡ്യൂട്ടി എനിക്ക് ഇരിട്ടി മുനിസിപ്പാലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഓർഡർ അറിഞ്ഞ ഉടനെ തന്നെ ഇവരെ വിളിച്ചു. പിന്നെ എനിക്കിങ്ങനെ ഇലക്ഷൻ ഡ്യൂട്ടി ഇരിട്ടി മുനിസിപ്പാലിറ്റി എനിക്കും അവിടെ തന്നെയാണെന്ന്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു, അയ്യോ ഇനി നിങ്ങളെങ്ങാനും എന്റെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് ഒരു വരുമോ എന്നിങ്ങനെ വെറുതെ ഞാൻ തമാശ ഇങ്ങനെ വെറുതെ പറഞ്ഞതാണ്. പക്ഷെ അത് പിന്നെ ഇങ്ങനെ സത്യമായിരുന്നു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഡ്യൂട്ടീന്റെ ഓർഡർ വന്നപ്പോൾ ഓഫീസിലൊന്ന് തിരക്ക് പിടിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സെക്ഷനിലെ കുട്ടിയാണ് പറയുന്നത് എല്ലാവർക്കും അവർക്ക് ഡ്യൂട്ടി ഇല്ല, അപ്പം ബാക്കി എല്ലാവരും ഇത് ഡ്യൂട്ടി എടുത്ത് എല്ലാവരും നമ്മളെ ഒഫീഷ്യൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഇട്ടിട്ടുണ്ട്. ഞാനത് നോക്കിയില്ല. അപ്പൊ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഇത് ഷീനേച്ചിന്റെയും ഡ്യൂട്ടി വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൃപ എന്നാണ് അവളെ പേര്. ഇപ്പൊ ഞാൻ എനിക്ക് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രിസൈഡിങ് ഓഫീസറെയാണ് നോക്കുന്നത്, ഇപ്പം ടീച്ചേഴ്സ് ആണോ അല്ലെ ബാങ്ക് എംപ്ലോയീസ് ആണോ ആരെ എങ്ങനെയാണ് നമുക്ക് ഒരു ഇത് കിട്ടുക പോലെ. അപ്പം അവര് വന്ന് അപ്പൊ അവള് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഇത് ഒരു മനോജ് കുമാർ എന്ന് പറഞ്ഞ ഒരാളാണല്ലോ നിങ്ങളെ പ്രിസൈഡിങ് ഓഫീസർ. അപ്പൊ ഞാൻ ഇങ്ങനെ മനോജ് കുമാർ ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരിങ്ങനെ ഹസ്ബൻഡ് സംഘടനാ പ്രവർത്തനത്തിലെല്ലാം ഇങ്ങനെ വന്നിട്ടുള്ള പല കാര്യങ്ങളും കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എല്ലാവർക്കും ഒരുവിധം അറിയാം. അപ്പൊ ഇവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് കളിയാക്കുന്നതാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ വെറുതെ തമാശ പറയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരൊന്നും അല്ല ഇത് നോക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളെ ഗ്രൂപ്പിലുണ്ട് നോക്കുന്നു, ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി. അപ്പൊ തന്നെ ഞാൻ ഇവരെ വിളിച്ചു, ഇതാ എങ്ങനെ ഇലക്ഷന്റെ ഓർഡർ വന്നിട്ടുണ്ട്, നിങ്ങളാണ് എന്റെ പ്രിസൈഡിംഗ് ഓഫീസർ. ഇവർക്കും ഒന്ന് സ്റ്റക്കായ പോലെ വീട്ടിലെ പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ ആവുന്നു. അപ്പൊ ഞാന് നിങ്ങളെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു അല്ലേ? അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ നാട്ടില് പിന്നെ മനോജ് സാർ എന്റെ ഒരുമിച്ചുണ്ടായിരുന്ന ആളാന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ എല്ലാരും പറഞ്ഞു, ഓ വീട്ടിൽ ഇത് വീട്ടിലും പിന്നെ ആളുകൾ തന്നെ പിന്നെ ബൂത്തിലും വരുമ്പോ പിന്നെ ഒരു പ്രയാസമായിട്ട് ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെയല്ല. ഒന്ന് ഈ ഇലക്ഷൻ ഡ്യൂട്ടി നമ്മള് കുറെ തവണ നേരത്തെ പറഞ്ഞത് ഈ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഒന്നും ഒഴിവാകാൻ ഇതുവരെ ശ്രമിച്ചില്ല. രണ്ടുപേർക്കും വന്നിട്ടുണ്ട്. എനിക്ക് ചിലപ്പോ വരും ഇവരോ മിക്കവാറും എല്ലാ ഡ്യൂട്ടിയും എല്ലാ ഇലക്ഷനും ഡ്യൂട്ടിയും എനിക്ക് ചിലത് ഒഴിവായി പോയിട്ടുണ്ട്, എന്നാലും മിക്കവാറും വരുന്നവരുണ്ടാക്കും. അപ്പൊ വരുന്ന സമയത്ത് ഒരാള് പിന്നെ ഇപ്പം തളിപ്പറമ്പ് ആ ഭാഗത്തുള്ള ഏതെങ്കിലും അങ്ങോട്ടാണെങ്കിൽ മറ്റേയാളെ എനിക്ക് ഇടക്കാട് അതാണ് പ്രയാസം. അപ്പൊ യാത്രക്ക് ബുദ്ധിമുട്ട്. ഇപ്പൊ എല്ലാവരും രണ്ട് സമയത്തല്ലേ തിരിച്ചെത്താനുള്ള മുനിസിപ്പാലിറ്റി ആണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ആദ്യം പറഞ്ഞത് അതാണ്, നമുക്ക് എന്തായാലും ഒരു കളക്ഷൻ സെന്ററിലായിരിക്കുമല്ലോ ലാസ്റ്റ് എത്തുന്നത് അവിടെ. അപ്പൊ അവിടുന്ന് ഒന്നിച്ച് വരാലോ, വേറൊരാളെ ആശ്രയിക്കേണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു അന്നേരം. ഇതും കൂടെ കിട്ടിയപ്പോ ശരിക്കും എന്തായാലും പിന്നെ ഇവരെ മാതൃകയാക്കാം നമുക്ക്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ ഡ്യൂട്ടി വരുമ്പോൾ അതെങ്ങനെയെങ്കിലും ഒഴിവാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് രണ്ടുപേർക്കും ഡ്യൂട്ടി വന്ന് ഒഴിവാകാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് പോലും അത് ഒഴിവാക്കാതെ രണ്ടുപേരും കുറെ നാളുകൾ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിചാരിതമായി വളരെ യാദൃശ്ചികമായി ഒരുമിച്ച് ഒരേ ബൂത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെ? ഭാഗ്യം കൂടി ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതാ നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. എല്ലാവരും വോട്ടർമാരെല്ലാം 9-ാം തീയതിയാണ് പോളിംഗ് ബൂത്ത്. പക്ഷെ നമ്മള് 8-ാം തീയതി നമ്മള് പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥര് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. എല്ലാവർക്കും ഒരു ഭയവും വേണ്ട, നിങ്ങളുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നന്നായിട്ട് നിറവേറ്റാൻ വേണ്ടി സാധിക്കും. ഓരോ തവണയും നമ്മൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കൽ കിട്ടിയ ടീമിനായിരിക്കില്ല. അപ്പൊ ഞാനൊരു രാജേഷ് നേരത്തെ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. ആ ഒരു ബന്ധം നമുക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു പോളിംഗ് ബൂത്തിൽ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. പക്ഷെ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കും. ഇങ്ങനെയാണ് കുറെ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവും. എന്തായാലും എല്ലാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥർക്കും നല്ലൊരു തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു.